വൻതലകൾ ഉരുളുമോ? നടനും MLA-യുമായ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് നടത്തിയ ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. മുകേഷ് പലതവണ മുറിയിലേക്ക് വിളിച്ചുവെന്നാണ് 2019-ൽ ടെസ്സ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് മുകേഷ് MLA-യുടെ പ്രതികരണം. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണോ എന്ന ചോദ്യത്തിന് എന്തായാലും ഭരണപക്ഷമല്ല എന്നായിരുന്നു മുകേഷിന്റെ മറുപടി. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ദിലീപ് ദേവസ്യ, മുകേഷിന്റെ മറുപടി അത് കഴിഞ്ഞ ദിവസങ്ങളിലായാലും വേട്ടക്കാരനൊപ്പമാണോ ഇരയ്ക്കൊപ്പമാണോ എന്ന പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് നേരെ തന്നെ നേരത്തെ ഉയർന്ന ആരോപണം ആ ഉന്നയിച്ച ആൾ തന്നെ വീണ്ടും ഒരു ഇൻസ്റ്റാ സ്റ്റോറിയുമായി രംഗത്ത് വന്നതോടെ വീണ്ടും ചർച്ചയാവുകയാണല്ലോ. എങ്ങനെയാണ് അദ്ദേഹം അതിനെ നേരിടുന്നത്? സുജിയ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ പെൺകുട്ടിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പം മുമ്പ് മുകേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ചിന്നക്കടയിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഈ പ്രകടനം നടത്തുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് മുകേഷ് പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയമാണെന്നാണ്. താൻ മത്സരിക്കാൻ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ താൻ CPM-ന്റെ MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ, അങ്ങനെ CPM-ന്റെ MLA അല്ലായിരുന്നെങ്കിൽ തന്നെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള പ്രതികരണമാണ് മുകേഷ് മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഇതൊരു ആയുധമാക്കി തന്നെ എടുക്കുകയാണ്. നാളെയും ഇതുപോലെ തന്നെയുള്ള സമരങ്ങൾ തുടരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് മുകേഷിന്റെ രാജി ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ രാജി ഉണ്ടാകുന്നത് വരെ സമരം തുടരുമെന്ന് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദിലീപ്, ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. കൊല്ലം ജനതയ്ക്ക് അപമാനം, മുകേഷ് തെമ്മാടി, രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ, മുകേഷ് തെമ്മാടി, മുകേഷ് പീഡനവീര, മുകേഷ് എന്നൊരു MLA, നാടിന് അപമാനം, കൊല്ലം നാടിന് അപമാനം. സിന്ദാബാദ്, 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 സിന്ദാബാദ്. ദിലീപ്, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ മുകേഷ് MLA-യുടെ ചിത്രമൊക്കെ വെച്ചൊരു കോലമൊക്കെ ഉയർത്തിയാണ് ബിന്ദു കൃഷ്ണയും സംഘവും വരുന്നത്. അവിടെ ഇപ്പോൾ മുകേഷ് ഉണ്ടോ? മുകേഷിന്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ മാർച്ച് നടത്തുന്നു എന്നറിഞ്ഞതോടുകൂടെ തന്നെ പോലീസ് ACP-യുടെ നേതൃത്വത്തിലുള്ള സംഘം മുകേഷിന്റെ വീട്ടിലെത്തി മുകേഷിനെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കൂടാതെ മുകേഷിന്റെ വീട്ടിൽ ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം സുരക്ഷാ വലയമായി അവിടെ ഒരു സുരക്ഷിതത്വം ഒരുക്കിയിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ സംഘടനകളും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് മുകേഷിന്റെ വീട്ടിലേക്ക് ഇത്രയും വലിയൊരു പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചിന്നക്കട ജംഗ്ഷനിലാണ് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തനം നിൽക്കുമ്പോൾ ബിന്ദു കൃഷ്ണയോട് തന്നെ ചോദിക്കാം, അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകുന്നവരെ സമരം ഉണ്ടാകുമോ? തീർച്ചയായും ഒരു ജനപ്രതിനിധിയുടെ പേരിൽ ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത ആരോപണമാണ്. ഈ ആരോപണം മുൻപുണ്ടായ സമയത്ത് പിണറായി സർക്കാർ ശ്രീ മുകേഷിനെ സംരക്ഷിക്കാനുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ ഇടയിൽ സ്ത്രീ സുരക്ഷ സർക്കാരിന് വലിയ കാര്യമല്ലെങ്കിൽ ജനങ്ങൾക്കതൊരു വലിയ കൺസേൺ ആയി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വനിതയ്ക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ശ്രീ മുകേഷ് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത ശ്രീ മുകേഷിനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഭരിക്കുന്നത്. അങ്ങനെയൊക്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഈ ആരോപണത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറിപ്പോകാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് അദ്ദേഹത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുന്നു, അന്തസ് വേണം, അന്തസ്.
അദ്ദേഹം പറയുന്നത് CPM-ന്റെ MLA ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ ലോകത്തെ ആദ്യത്തെ MLA ഒന്നും അല്ലല്ലോ മുകേഷ്. CPM-ന് എത്ര MLA-മാരാ കേരളത്തിലുള്ളത്, എത്ര MLA-മാരാ ഉണ്ടായിട്ടുള്ളത്? അവരാരും ഇത്തരം കാര്യങ്ങൾക്ക് അധികം പേര് പോയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളെ മോശമായി കാണുന്ന ആളുകൾക്കെതിരെ മാത്രമാണ് ആരോപണം വരുന്നതെന്നാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. സുജിയ, അന്തസ് വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുന്നത്. അതായത് മുകേഷിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു വലിയ പ്രതിഷേധമാണ് ഈ കൊല്ലം ചിന്നക്കട ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള കോലമടക്കം എടുത്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മാർച്ച് ഇപ്പോൾ ഇവിടേക്ക് നടക്കുന്നത്. അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമാനമായ രീതിയിൽ മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. മുകേഷ് കഴിഞ്ഞ 40 വർഷമായി മലയാള സിനിമയിലെ ഭിന്നുന്ന താരം തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം വന്നപ്പോൾ അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്തള്ളിയെങ്കിലും അദ്ദേഹം പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇതിനെ എടുത്തിരിക്കുന്നത്. അതായത് 40 വർഷമുള്ള അദ്ദേഹം ഈ സിനിമാ മേഖലയിലെ കരുത്തനായ അദ്ദേഹം ഈ രാഷ്ട്രീയ കുപ്പായം വെച്ചുകൊണ്ട് നമുക്ക് എം മുകേഷ് MLA-ക്ക് ഈ കോലം കത്തിച്ച് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം പ്രേക്ഷകരെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. 3 നേതാക്കന്മാർ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ അല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ല, കണ്ടിട്ടില്ലെന്ന്. ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. രഞ്ജിത്തിന്റെ പോലെ അല്ലല്ലോ ഇത്. 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്നു പറഞ്ഞാൽ ബാലിശമായി വളരെ വളരെ മോശമാണ്. CPM-ന്റെ MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. പിന്നെ ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM-ന്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ, എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യാൻ ഈ ഒരു MLA ഉള്ളോ എന്ന മറുചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്.